ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്പിലും ട്രെയിൻ ലേറ്റാവും. ഇന്ത്യൻ റെയിൽവേക്ക് എപ്പോഴും കുറ്റമാണല്ലോ ട്രെയിൻ ലേറ്റായിട്ടാണ് വരുന്നത്, ലേറ്റായിട്ടാണ് ഓടുന്നത് എന്നെല്ലാം. പക്ഷേ യൂറോപ്പിൽ ഞങ്ങൾക്ക് പറ്റിയ കാര്യം കണ്ടോ? ലിയോൺ സ്റ്റേഷൻ പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അരമണിക്കൂർ കൂടി ഓടിയാൽ വാലൻസ് സ്റ്റേഷനിലെത്തും. സ്ട്രോസ്ബർഗിൽ നിന്ന് വാലൻസിലേക്കാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്. ബുള്ളറ്റ് ട്രെയിനാണ്, അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോരുന്നത്. പെട്ടെന്ന് ട്രെയിൻ സ്റ്റോപ്പായി. എന്താണെന്ന് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അനൗൺസ്മെൻറ്റ് വന്നത്, ഒരാൾ നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ചാടി സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. ഇനി അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ട്രെയിൻ എടുക്കുള്ളൂ എന്ന് കേട്ടപ്പോൾ തന്നെ അതിശയായി. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പതിവില്ലല്ലോ. ആക്സിഡൻ്റ് ആയാലും ട്രെയിൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടായി കേട്ടിട്ടില്ല. ആരൊക്കെയോ വരുന്നുണ്ട്. ഇത് പോലീസാണോ, റെയിൽവേ പോലീസാണോ, അതോ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സും അതിൻ്റെ അറ്റൻഡേഴ്സുമാണോ, ഇൻക്വസ്റ്റ് ടീമാണോ, ഒന്നും മനസ്സിലാവുന്നില്ല. കുറേ ആളുകൾ യൂണിഫോം ഇട്ട് വരുന്നു പോകുന്നു, ആംബുലൻസ് വരുന്നു പോകുന്നു. ഇതുണ്ട്, ഈ ടീം കുറച്ച് അങ്ങോട്ട് നടന്നു പോയി. അതിനുശേഷം പിന്നാലെ വേറെയും ഒരുപാട് ആളുകൾ പല പല യൂണിഫോം ഇട്ട് വരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. ഇടയ്ക്കിടെ ട്രെയിനിൽ മുഴങ്ങുന്ന അനൗൺസ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെന്നും ട്രെയിൻ കുറച്ച് സമയം ലേറ്റ് ആകുമെന്നും 1-2 മണിക്കൂർ ലേറ്റ് ആകുമെന്നും എല്ലാം ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ ആകെ ടെൻഷനിലായി. കാരണം വാലൻസിൽ ഇറങ്ങിയിട്ട് വേണം അടുത്ത ട്രെയിൻ പിടിച്ച് ബാഴ്സലോണയ്ക്ക് പോകാൻ. ആ ട്രെയിൻ മിസ്സായാൽ പിന്നെ അന്നത്തെ ദിവസം ട്രെയിൻ ഇല്ല. ആകെ ടെൻഷനായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു 1:30ക്കാണ് വാലൻസിൽ എത്തേണ്ടത്. ഏകദേശം 1 മണിയായപ്പോഴാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത്. 5 മണിക്കെങ്കിലും ഞങ്ങൾ വാലൻസിലെത്തണം. കാരണം 5:30ക്കാണ് അവിടെ നിന്ന് ബാഴ്സലോണയ്ക്കുള്ള ട്രെയിൻ. ആ ട്രെയിൻ പോയാൽ പിന്നെ അന്നത്തെ ദിവസം വേറെ ട്രെയിനില്ല. ഞങ്ങൾ നല്ല ടെൻഷനിലൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നത്. പക്ഷേ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടില്ല. കാരണം ഇതുവഴി പാസ് ചെയ്തിട്ടില്ല. ആംബുലൻസ് പോയി, ഡോക്ടേഴ്സ് പോയി, പോലീസ് പോയി, എല്ലാവരും പോയി. ഇതാ ഇപ്പോൾ ഒരു ആംബുലൻസ് പോകുന്നു. പക്ഷേ ബോഡി അതുവഴി പാസ് ചെയ്യാൻ ഞങ്ങൾ കണ്ടില്ല. ഇനി വേറെ വല്ല വഴി കൂടെ കൊണ്ടുപോയെന്ന് അറിയില്ല. വീണ്ടും അടുത്ത ടീം ഇതുവഴി പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ആ ട്രെയിനിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ, അതായത് യൂറോപ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ ഒച്ചയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ശബ്ദ കോലാഹലങ്ങളും ആ ട്രെയിനിൻ്റെ അകത്തുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ക്ഷമയോടെ തന്നെയാണ് കാത്തിരുന്നത്. പിന്നെയും കുറച്ച് അക്ഷമരായത് ഇന്ത്യക്കാർ മാത്രമായിരുന്നു. കുറച്ച് പേര് മാത്രം ഒരു എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ദൂരം നടന്നു നോക്കി, അല്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കാൻ നടന്നു. അങ്ങനെയല്ല, ബാക്കി എല്ലാവരും നല്ല ക്ഷമയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യയിലാണ് ഈ സംഭവം നടന്നെങ്കിൽ എന്തൊക്കെ കോലാഹലമായിരുന്നു ആ ട്രെയിനിൽ ഉണ്ടാവാൻ ചാൻസ്. എന്തായാലും അവസാന അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ 5 മണിക്ക് ട്രെയിൻ വിടൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആകെ നിരാശരായി. ഞങ്ങളുടെ ട്രെയിൻ മിസ്സായി തന്നെ എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും മാത്രം 4 മണിക്ക് ഒരു അനൗൺസ്മെൻറ്റും കൂടാതെ ട്രെയിൻ എടുത്തു. ഈ ട്രെയിൻ സ്റ്റോപ്പായ സ്ഥലത്ത് നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അടുത്തുണ്ടായിരുന്നു വാലൻസിലേക്ക്. അത് ഒരു 15-20 മിനിറ്റിലാണ് ഈ ട്രെയിൻ കവർ ചെയ്തത്. ഞങ്ങൾ കയറിയ TGV ബുള്ളറ്റ് ട്രെയിനിൻ്റെ മാക്സിമം സ്പീഡ് 350 ആയിരുന്നു. ഏകദേശം 300-ന് മുകളിൽ 350-നോട് അടുപ്പിച്ച് സ്പീഡിൽ തന്നെയാണ് ഫുൾ ടൈം അത് ഓടിയത്, ആ ഒരു 20 മിനിറ്റും. എൻ്റെ കയ്യിലുള്ള ഫോട്ടോയിൽ 294 km/h സ്പീഡിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ അതിലും കൂടുതൽ സ്പീഡിൽ ആ ട്രെയിൻ പോയി. അങ്ങനെ ഞങ്ങൾ ഏകദേശം 4:30-ക്കുള്ളിൽ തന്നെ വാലൻസ് സ്റ്റേഷനിലെത്തി. അടുത്ത ട്രെയിൻ 5:30-ക്കായിരുന്നു. വളരെ സമാധാനത്തോടെ തന്നെ അത് പിടിക്കാൻ പറ്റി. നമ്മൾ ഏത് നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ സഹായത്തിന് എത്തുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു എനിക്കന്ന് ശരിക്കും ഫീൽ ചെയ്തു. ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ. അത് ഞങ്ങളുടെ സ്റ്റേഷനിൽ ഇറക്കി വിട്ടിട്ട് പോവുകയാണ്. കണ്ടോ, 4:27 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ വാലൻസിലെത്തി. ഞങ്ങൾ ശരിക്കും ദൈവത്തിന് നന്ദി പറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോയതിന്, ശരിക്കും പെട്ടുപോയതിന്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.